അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയസ് സെക്യൂരിറ്റി മെഷേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ട് ചെയ്തത് അതാണ്. അപ്പോൾ അതിൽ നമ്മൾ 3 ടൈപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി വൈറസ് പ്രോഗ്രാംസ്, ദെൻ ഫയർ വാൾസ്, എൻക്രിപ്ഷൻ ആൻഡ് അതിൽ വരുന്ന ക്രിപ്റ്റോഗ്രഫി എന്നുള്ള ടേം, അത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി വരുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് കൂടിയാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇനി നോക്കാനുള്ള നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലൈനാണ്. നെക്സ്റ്റ് സെക്യൂരിറ്റി മെഷർ എന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോളാണ് SSL എന്ന് പറയുന്നത്. സെക്യൂർ സോക്കറ്റ് ലെയർ പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ ഡാറ്റ ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ വെബ് ബ്രൗസർ ആൻഡ് സെർവർ. ഓക്കെ, ഒരു വെബ് ബ്രൗസർ ആൻഡ് സെർവർ. വെബ് ബ്രൗസർ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ, യൂസർ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യിക്കുന്ന ബ്രൗസേഴ്സിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പം വെബ് ബ്രൗസർ ആൻഡ് സെർവർ, അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻ നമ്മൾ റിട്രീവ് ചെയ്യുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റിൽ നിന്നാണ്. ഇവിടെ നമ്മളുടെ വെബ് ബ്രൗസർ ആൻഡ് സെർവർ തമ്മിലൊരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇത്തരം ഫയൽ ട്രാൻസ്ഫേഴ്സിൽ വെബ് ബ്രൗസേഴ്സ് ആൻഡ് സെർവർ തമ്മിലുള്ള ഫയൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്യൂർ സോക്കറ്റ് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. SSL encrypt the link between a web server and a browser, which ensure that all the data passed between them remain private and free from attack. സാധാരണ നമുക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റ് വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ തെഫ്റ്റ് അല്ലെങ്കിൽ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ അൺനോൺ ആയിട്ടുള്ള മറ്റ് വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്തു പോവാം. നമ്മൾ നമുക്ക് അറിയാവുന്ന വെബ്സൈറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ കൂടെ അത് മറ്റ് അൺനോൺ ആയിട്ടുള്ള ഫ്രോഡുലൻറ്റ് വെബ്സൈറ്റിലേക്കൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ചാൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ ഇൻ്റർനെറ്റ് വഴി നമ്മളുടെ ഡാറ്റ ട്രാൻസ്ഫർ, വെബ് ബ്രൗസർ ആൻഡ് ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ സെർവർ വഴിയുള്ള ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് വരാവുന്ന ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സൈബർ അറ്റാക്കിൽ നിന്ന് നമ്മളുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്യൂർ സോക്കറ്റ് ലെയർ എന്നുള്ള ഒരു പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് the website also begins with HTTPS rather than HTTP. നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് URL പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അഡ്രസ് ബാറിൽ നോക്കിയാൽ കാണാൻ കഴിയും HTTP എന്നുള്ള പ്രോട്ടോക്കോളായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ കോമൺ ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഒക്കെ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് HTTP ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്നാൽ നമ്മൾ ഈ ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ വഴി ഈ ഒരു പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് HTTPS എന്ന് കാണാം. അതായത് സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് പ്രോട്ടോക്കോൾ വഴിയായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മുകളിൽ അഡ്രസ് ബാറിൽ നോക്കിയാൽ കാണാൻ കഴിയും HTTPS. അതല്ലെങ്കിൽ ചില വെബ്സൈറ്റ് അഡ്രസ്സിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഗ്രീൻ കളറിൽ ഒരു ലോക്കിൻ്റെ ഐക്കൺ വെച്ചുകൊണ്ട് ചില വെബ്സൈറ്റ് നമുക്ക് കാണാൻ കഴിയും. ഗ്രീൻ കളേഴ്സിൽ അഡ്രസ് ബാർ കാണാം, അതല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ളൊരു ലോക്ക് ഐക്കൺ വെച്ചുകൊണ്ട് കാണാം. ഓർ HTTPS എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു സെക്യൂർഡ് സോക്കറ്റ് ലെയർ വഴി നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാം. ഓക്കെ, ആൻഡ് ഇറ്റ് അലോസ് ട്രാൻസ്മിറ്റിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ആൻഡ് ലോഗിൻ ഐഡൻറ്റിഫിക്കേഷൻ സെക്യൂർലി. ചില അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്ന വെബ്സൈറ്റുകൾ, നമ്മളുടെ ബാങ്ക് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ടും ഈ ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോട്ടോക്കോൾ കൂടുതലായിട്ട് അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നെറ്റ്സ്കേപ്പ് ആണ്. ആൻഡ് അതിന് ശേഷമാണ് ഇത് കോമൺലി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സെക്യൂർ സോക്കറ്റ് ലെയർ ഇസ് എ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ വിച്ച് സെക്യൂർ അവർ പ്രൈവറ്റ് ഇൻഫോർമേഷൻ ഓർ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഫ്രം cyber attack
while we passing our information through internet. Okay, നെക്സ്റ്റ് വരുന്ന ഒരു സെക്യൂരിറ്റി മെഷറാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. സെറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ SSLൻ്റെ ഒരു വേരിയഡ് ആയിട്ടുള്ളൊരു ഫോമാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. Secure Electronic Transaction Protocol were responsible for blocking out the personal details of card information, thus preventing merchant, hackers and electronic thief from accessing consumer information. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർഡ് ഇൻഫോർമേഷൻസിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോൾ. സെറ്റ് ഈസ് ഓൾസോ എ പ്രോട്ടോക്കോൾ ആൻഡ് ദിസ് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് വൈൽ വി കോണ്ടാക്റ്റിംഗ് വിത്ത് ദ കാർഡ് ഇൻഫോർമേഷൻ. നമ്മൾ കാർഡ് ഇൻഫോർമേഷൻസ് വെച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സിറ്റുവേഷൻസിലാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ഒരു പ്രോട്ടോക്കോൾ വഴിയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ഒരു പ്രോട്ടോക്കോൾ വഴി ബ്ലോക്ക് ചെയ്യും. അതായത് മറ്റ് തേർഡ് പാർട്ടീസിനെ ആക്സസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, ആൻഡ് ദ പ്രോസസ് ഓഫ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ യൂസ്ഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ദാറ്റ് വർ അസൈൻ ടു പ്രൊവൈഡ് ഇലക്ട്രോണിക് ആക്സസ് ടു ഫണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഫണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അത് ജെനുവിൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വഴി സെക്യൂർഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടാവില്ല? തേർഡ് പാർട്ടീസിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലാണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി മെഷറിൽ വരുന്ന നെക്സ്റ്റ് ടേമാണ്, നമ്മൾക്ക് ഇപ്പോൾ നോക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പ്രോട്ടോക്കോൾ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ മാസ്റ്റർ കാർഡ് ആൻഡ് വിസ. നേരത്തെ പറഞ്ഞ SSL എന്ന് പറയുന്നത് നെറ്റ്സ്കേപ്പ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു SCT പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ കാർഡ് ആൻഡ് വിസ ആണ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ പ്രോട്ടോക്കോൾ ഡെവലപ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാസ്റ്റർ കാർഡ് ആൻഡ് വിസ, കാർഡ് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് മാസ്റ്റർ കാർഡ് ആൻഡ് വിസയാണ്. ഇവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സെറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോൾ ഓൾമോസ്റ്റ് എല്ലാ എന്ത് പറയുന്നത് മാസ്റ്റർ കാർഡ്, വിസ പോലെ മറ്റ് എല്ലാ ഒറിജിനേറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന സെക്യൂരിറ്റി മെഷർ ഇസ് ബയോമെട്രിക്സ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. ബയോമെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെയും ബയോളജിക്കൽ ബിഹേവിയറൽ ഫീച്ചേഴ്സിൻ്റെയൊക്കെ ബേസിസിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. ടെക്നോളജിയാണ് ബയോമെട്രിക് ടെക്നോളജി. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ DNA ആവാം, നമ്മളുടെ ഐറിസ് അല്ലെങ്കിൽ ഐയിൽ വരുന്ന റെറ്റിന ആകാം, ഓർ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്സ് ആകാം. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സിസ്റ്റം ഓർ ടെക്നോളജിയാണ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർനെറ്റിൽ നമ്മൾ ബയോമെട്രിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഓർ e-commerce ഏരിയാസിൽ ഇറ്റ് ഇൻവോൾവ് യൂസിങ് ബയോമെട്രിക് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ to automatically recognize people based on their behavioral or biological characteristics. Behavioral or biological characteristics. Behavioral characteristics എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? നമ്മളൊരു വെബ്സൈറ്റ് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, നമ്മളുടെ ടൈപ്പിംഗ് സ്കിൽസ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ എത്ര ഫ്രീക്വൻ്റ്ലി ആണ് ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളുടെ ബിഹേവിയറിനെ മെഷർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. വിച്ച് ഇസ് നോൺ ആസ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ വേ ഓഫ് ഡൂയിങ് എങ്ങനെയൊക്കെയാണ്, അതാണ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഓർ വെബ്സൈറ്റ് മെഷർ ചെയ്യുന്നത്. ദെൻ ബയോളജിക്കൽ characteristics or
ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് വാട്ട് വി കോൾഡ് ഐ കോണ്ടാക്ട്, വിച്ച് മീൻസ് നമ്മളുടെ ഐറിസിൽ വരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റെറ്റിന ഫീച്ചേഴ്സ്, അതൊക്കെ എന്തായിരിക്കും യുണിക് ടു ഈച്ച് ഇൻഡിവിജ്വൽ ആണ് അല്ലേ. നമുക്ക് ഒരാൾക്കുള്ള ഐറിസ് അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഉണ്ടാകുന്നില്ല. ഓർ ഫിംഗർ പ്രിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണിനുള്ളത് മറ്റൊരു പേഴ്സണിന് ഉണ്ടാകുന്നില്ല. ഇതെന്താണ്, യുണിക് ഫീച്ചേഴ്സാണ്. യുണിക്കായിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലോ ഓർ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലോ ഒരു പേഴ്സണിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഓർ സോഫ്റ്റ്വെയർ ആണ് ബയോമെട്രിക്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ബയോമെട്രിക്സ് വഴി നമ്മളുടെ ഇൻഫോർമേഷൻ സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ ഡാറ്റ നമ്മളുടെ ബയോമെട്രിക്സിൻ്റെ ബേസിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ സ്മാർട്ട് കാർഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം, ഓർ ആധാർ കാർഡ് എക്സാമ്പിളായിട്ട് എടുക്കുക. ആധാർ കാർഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് അവിടെ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഐറിസിൻ്റെ ബേസിലൊക്കെയാണ് ഇൻഫോർമേഷൻസ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് വൈസ് സ്മാർട്ട് കാർഡ്സിൻ്റെ കേസ് എടുക്കുകയാണ്, ഡെബിറ്റ് കാർഡ് പോലത്തെ ഇൻഫോർമേഷൻസ് ആണെന്ന് വയ്ക്കുക. സ്മാർട്ട് കാർഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നമ്മളുടെ ഒരു ഫോട്ടോ വഴി എന്ത് ചെയ്യും, നമ്മളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, നമ്മളുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ആകാം, ചില സമയത്ത് നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്സ് ആകാം, ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. ഇതൊക്കെ നമ്മളുടെ സ്മാർട്ട് കാർഡിൽ ഇൻക്ലൂഡ് ആയത് വെച്ചിട്ടുണ്ടാകും. അതായത് ഓൾറെഡി നമ്മളുടെ ഡാറ്റ ഈ ഒരു കാർഡിൽ സേവ് ചെയ്തിട്ടുണ്ടാകും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഈ ഒരു സ്മാർട്ട് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സിസ്റ്റത്തിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കറണ്ട് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ആകാം, ചിലപ്പോൾ ഐസ് ആകാം, ഇത് നമ്മളുടെ സ്മാർട്ട് കാർഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു ഫീച്ചറാണ് ബയോമെട്രിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമ്മളുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആൻഡ് അതിൻ്റെ ബേസിൽ നമ്മളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വേരിയസ് ഫീച്ചേഴ്സിൻ്റെ ബേസിലായിരിക്കും നമ്മളുടെ ബയോമെട്രിക്സ് സേവ് ചെയ്തിട്ടുണ്ടാവുക. ഏതൊക്കെ ടൈപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് DNA ആയിട്ട് വെക്കാം, ഓർ ഐസിൽ ഐറിസ് റെക്കഗ്നീഷൻ ഓർ റെറ്റിന റെക്കഗ്നീഷനും ചെയ്യാറുണ്ട്. ദെൻ ഫേസ് റെക്കഗ്നീഷൻ, ഫേസിൻ്റെ പ്രൊപ്പോർഷൻ, ഐസ് നോസിൻ്റെയൊക്കെ പ്രൊപ്പോർഷനാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഫിംഗർ പ്രിൻറ്റ്സ്, ഫിംഗർ ജിയോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിംഗേഴ്സിൻ്റെ പ്രിൻറ്റിങ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മളുടെ ലെങ്ത്ത്, ഫിംഗേഴ്സിൻ്റെ ലെങ്ത്ത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സൈസ് എങ്ങനെയൊക്കെയാണ്, ദെൻ ഹാൻഡിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഫിംഗർ ജിയോമെട്രി റെക്കഗ്നീഷനിൽ ചെയ്യുന്നത്. ദെൻ ഹാൻഡ് ജിയോമെട്രി റെക്കഗ്നീഷൻ, അതിപ്പോൾ പറഞ്ഞത് തന്നെ ഫിംഗർ ആൻഡ് ഹാൻഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നതാണ്. ദെൻ ടൈപ്പിംഗ് റെക്കഗ്നീഷൻ മീൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്പീഡാവാം, നമ്മൾ എത്ര ഫ്രീക്വൻ്റ്ലി ആണ് ഒരു വെബ്സൈറ്റ് എൻ്റർ ചെയ്യുന്നത്, നമ്മൾ കൂടുതലായിട്ട് ഏത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏത് സൈറ്റിലാണ് എൻ്റർ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മളുടെ ടൈപ്പിംഗ് റെക്കഗ്നീഷനിൽ ചെയ്യുന്നത്. ടൈപ്പിംഗ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ബാക്കിയൊക്കെ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ദെൻ നമ്മളുടെ വോയിസിൻ്റെ റെക്കഗ്നീഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബയോമെട്രിക്സ് ചെക്ക് ചെയ്യുന്നത്. ബയോമെട്രിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി തന്നെയാണ്. അതായത് യുണിക് ഫീച്ചറാണ്, നമുക്ക് ഒരു പേഴ്സണിനുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു പേഴ്സണിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈ സെക്യൂരിറ്റിയാണ് ബയോമെട്രിക്സ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടേഴ്സിലൊക്കെ ആണെങ്കിൽ പാസ്വേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പാസ്വേഡ് കിട്ടി ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ
കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്തുകൊണ്ടോ ഫേസ് റെക്കഗ്നിഷൻ യൂസ് ചെയ്തുകൊണ്ടോ നമുക്ക് നമ്മളുടെ ഡാറ്റ അവൈൽ ചെയ്യാം. ഈവൻ നമ്മളുടെ മൊബൈൽ ഫോൺസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പാസ്വേഡിന് പകരം എന്ത് ചെയ്യാറുണ്ട്, ഫേഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ വെക്കാറുണ്ട്. ഇത് ബയോമെട്രിക്സിൻ്റെ പാർട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നൊരു സെക്യൂരിറ്റി മെഷറാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചർ മീൻസ് നമുക്കറിയാം, നമ്മൾ കമ്പനീസിൻ്റെ ഒക്കെ കേസിലാണ് കൂടുതലായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ റിട്ടേൺ സിഗ്നേച്ചറിന് കമ്പാരിറ്റീവ്ലി സെയിം ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിലും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എൻക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. ഇതിനോടൊപ്പമാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്മിഷൻ ടൈമിലുള്ള സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. Digital signature is a mathematical technique used to validate the authenticity and integrity of a message, software or digital document. നോട്ട് ചെയ്ത് വെക്കണം, ഒതൻറ്റിസിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് മെസ്സേജ്. എങ്ങനെയാണ് നമ്മൾ സാധാരണ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഒതൻറ്റിസിറ്റി, അതായത് ഇതാരാണോ സൈൻ ചെയ്തിരിക്കുന്നത് അവരെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇവിടെ ഒതൻറ്റിസിറ്റി കൂടാതെ ഇൻറ്റഗ്രിറ്റി, മെസ്സേജിൻ്റെ ഇൻറ്റഗ്രിറ്റി കൂടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി മീൻസ് നമ്മൾ സെൻഡ് ചെയ്യുന്ന പേഴ്സൺ ആൻഡ് റിസീവ് ചെയ്യുന്ന പേഴ്സണും സെയിം മെസ്സേജ് തന്നെയാണ് റിസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിന് കൂടിയാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Digital signatures can provide evidence of origin, identity and status of electronic document, transactions or digital messages. Then ഇനി ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു എൻക്രിപ്ഷൻ്റെ കൂടെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. എൻക്രിപ്ഷന് നമ്മൾ എന്താ ചെയ്തത്? നമ്മളുടെ റീഡബിൾ ഫോമിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഡോക്യുമെൻ്റ് എന്താണോ അതിനെ നമ്മളൊരു അൺഇൻ്റലിജിബിൾ ഫോമിലേക്ക് അല്ലെങ്കിൽ അൺറീഡബിൾ ഫോമിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഒരു തേർഡ് പാർട്ടി അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ കോഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. റിസീവ് ചെയ്യുന്ന പേഴ്സണിന് എന്ത് ചെയ്യാം, അത് ഡിക്രിപ്റ്റ് ചെയ്യാം, അതായത് അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഈ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ നടക്കുന്നതിന് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിങ്സ് എന്ന് പറയുന്നതാണ് എൻക്രിപ്ഷൻ കീ, പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇതിനോടുകൂടെ നമ്മൾ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ കോൺസെപ്റ്റിൽ സെൻഡർ എന്ത് ചെയ്യും, ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്, മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നുണ്ടാകും. ഈ യൂസ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനോട് കൂടെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് നമ്മൾ ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് റെസിപ്പിയൻ്റ് ഈ ഒരു സിഗ്നേച്ചേഴ്സിനെ ഡിക്രിപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ മെസ്സേജ് റീഡ് ചെയ്യുന്നതാണ് ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വരുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. എൻക്രിപ്ഷനിൽ വരുന്നത് സെയിം തന്നെയാണ്. ഇതിൻ്റെ സെക്യൂരിറ്റി ഹൈലി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ കൂടെ നമ്മൾ ഈ എൻക്രിപ്ഷനോട് കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, എ മെസ്സേജ് ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ ടു ജനറേറ്റ് ദ സിഗ്നേച്ചർ and the message is then passed to the destination along with the signature. Then the recipient decrypt the signature using the sender's public key, and if the result matches with the copy of the message received, എന്ത് ചെയ്യും, ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് സെൻഡർ നമ്മളുടെ സിഗ്നേച്ചറോട് കൂടെ എൻക്രിപ്റ്റ് ചെയ്യും. ആൻഡ് അത് പാസ് ചെയ്തതിന് ശേഷം റെസിപ്പിയൻ്റ് എന്ത് ചെയ്യുന്നു, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ട്. പബ്ലിക് കീ മീൻസ് എന്താണ്? പബ്ലിക് കീ, പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് സെൻഡർ ആൻഡ് റിസീവർക്ക് മാത്രം നോൺ ആയിട്ടുള്ളതാണ്. പബ്ലിക് കീ എന്ന് പറയുന്നത് മോർ ദാൻ വൺ പേഴ്സണിന് നോൺ ആയിരിക്കും. ഇത് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രൈവറ്റ് കീ വേണം. ഓക്കെ,
അപ്പോൾ ഈ പ്രൈവറ്റ് കീ ആണെങ്കിലും പബ്ലിക് കീ ആണെന്നുണ്ടെങ്കിലും സെൻഡർക്കും റിസീവർക്കും അവൈലബിൾ ആയിരിക്കും. റിസീവർ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മളുടെ പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സിഗ്നേച്ചറിനെ ഡിക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം മെസ്സേജുമായിട്ട് എന്ത് ചെയ്യും, മാച്ച് ചെയ്യും. ഇത് നമ്മളുടെ സെൻഡറുടെ സെയിം പ്രൈവറ്റ് കീ യൂസ് ചെയ്തുകൊണ്ടാണ് സെൻഡ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യാം, സെക്യൂർ, ഇറ്റ് ഈസ് മോർ സെക്യൂർ അല്ലേ. എന്ത് ചെയ്യാം, റിസീവർക്ക് അവിടെ ഒരു കൂടുതൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഈ ഒരു മെസ്സേജ് ട്രാൻസ്മിഷൻ്റെ സമയത്ത് മോഡിഫിക്കേഷനൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് പോലെ തന്നെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇലക്ട്രോണിക് ഫയലാണ്. നമ്മളുടെ ഓർഡിനറി ഫോമിൽ പേപ്പർ ഫയൽസ് ആയിട്ടാണ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിക് ഫോമാറ്റിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. Okay, a digital certificate is an electronic document issued by certificate authority, CA എന്ന് പറയും. അപ്പോൾ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ കോമൺ ആയിട്ട് വരുന്ന പേപ്പർ ഡോക്യുമെൻറ്റിന് പകരമായിട്ട് ഇലക്ട്രോണിക് ഫോമാറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, എത്ര ഇയേഴ്സ് കഴിഞ്ഞാലും നമുക്ക് ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് പ്രിൻ്റബിൾ ആണ്. നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് പെരിഷബിൾ അല്ല. നമ്മളുടെ പേപ്പേഴ്സ് പോലെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് മിസ്സായി പോവുകയോ അല്ലെങ്കിൽ അത് വേസ്റ്റായി പോവുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇതും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്തതുപോലെ തന്നെ എൻക്രിപ്ഷൻ്റെ കൂടെയാണ് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ ഉണ്ടാകും, ഇറ്റ് കണ്ടെയ്ൻ ദ പബ്ലിക് കീ ഫോർ ദ ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് സ്പെസിഫൈ ദ ഐഡൻറ്റിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ കീ സച്ച് ആസ് ദ നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ. എന്ത് ചെയ്യും, നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റലി സൈൻ ചെയ്യുന്നത് ഇഷ്യൂയിങ് അതോറിറ്റിയാണ്. ഇഷ്യൂയിങ് അതോറിറ്റി മീൻസ് സർട്ടിഫിക്കറ്റ് അതോറിറ്റി ആണ് ഡിജിറ്റലി സൈന് ചെയ്യുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഡിജിറ്റലി സൈന് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ പാസ് ചെയ്യുമ്പം എന്തുണ്ടാകും, അവിടെ ഒരു പബ്ലിക് കീ ഉണ്ടാകും. പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, the certificate is used to confirm the public key belonging to the specific organization. ഇനി ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മളുടെ കമ്പനി ഏത് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്, ഏത് ഓർഗനൈസേഷനാണ് ഈ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സുമായിട്ട് കൺഫേം ചെയ്യുന്ന രീതിയിലായിരിക്കും സർട്ടിഫിക്കറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഏത് ഓർഗനൈസേഷനാണോ ആ സ്പെസിഫിക് ഓർഗനൈസേഷനും ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടാകും, ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇഷ്യൂയിങ് അതോറിറ്റിയും ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സർട്ടൻ പീരീഡിലേക്കായിരിക്കും വാലിഡ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെ ഇൻഫോർമേഷൻ ആയിരിക്കും ഇതിലുണ്ടാവുക, ദ വേർഷൻ, ഇലക്ട്രോണിക് ഫോമാറ്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ദെൻ അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടാകും, ദെൻ സിഗ്നേച്ചർ ID, ഇഷ്യൂവർ നെയിം എന്ന് പറഞ്ഞാൽ അത് ഏത് സർട്ടിഫിക്കറ്റ് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ദെൻ അതിൻ്റെ വാലിഡിറ്റി പീരീഡ്, ദെൻ യൂസർ നെയിം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ നെയിം, ഓർഗനൈസേഷൻ ആവാം, ചില കേസിൽ പ്രൈവറ്റ് പാർട്ടീസ് ആകാം. ദെൻ പബ്ലിക് കീ ഇൻഫോർമേഷൻ, ഇഷ്യൂവർ യൂണിക് ഐഡൻറ്റിഫയർ, ഇഷ്യൂവറുടെ യൂണിക് ഐഡൻറ്റിഫയർ ഉണ്ടാകും. അതുപോലെ തന്നെ സബ്ജക്റ്റ് യൂണിക് ഐഡൻറ്റിഫയർ, അതായത് ഇഷ്യൂയിങ് അതോറിറ്റീൻ്റെയും ആൻഡ് യൂസിങ് ഓർഗനൈസേഷൻ്റെയും യൂണിക് ഐഡൻറ്റിഫയർ ഉണ്ടാകും. ദെൻ എക്സ്റ്റെൻഷൻസ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദ എബവ് ഫോർ ദ എബവ് ഫീൽഡ്. ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മളുടെ ഇഷ്യൂയിങ് അതോറിറ്റിയും സൈൻ ചെയ്യും, ആൻഡ് അതുപോലെ തന്നെ ഓർഗനൈസേഷനും അതിൽ സൈൻ ചെയ്യുന്നുണ്ടാകും. ഇത്രയും ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മളുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ
സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മളുടെ ഇ-കൊമേഴ്സ് ഫ്രോഡ് നിന്ന് നമ്മളുടെ പ്രൈവറ്റ് ഡാറ്റ ആൻഡ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസിനെ ആണെങ്കിലും സെക്യൂർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത് കൂടാതെയും വേരിയസ് നമുക്ക് പാസ്വേഡ്, യൂസർ നെയിം ഒക്കെ നമ്മളുടെ സെക്യൂരിറ്റി മെഷറായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ.